നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ നിന്ന് പടുകൂറ്റൻ ജയത്തോടെ നേപ്പാൾ ഇതാ വിടവാങ്ങിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. പക്ഷേ പിന്നീട് അവർക്കൊരു മികച്ച പ്രകടനം നടത്തി വിജയത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴിതാ വേൾഡ് കപ്പിൽ അവരുടെ അവസാന മത്സരത്തിൽ പടുകൂറ്റൻ ജയം എന്ന് പറഞ്ഞാൽ 7 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം സ്കോട്ട്ലൻഡിന് മേൽ അവർ നേടിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ട്ലൻഡ് നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 170 റൺസ് അടിച്ചപ്പോൾ നേപ്പാൾ 19.2 ഓവറുകളിൽ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. മത്സരത്തിൽ സ്കോട്ട്ലൻഡിനായിട്ട് മികച്ച പ്രകടനമാണ് മൈക്കൽ ജോൺസ് നടത്തിയത്. അദ്ദേഹം 45 പന്തിൽ 8 ഫോറും 3 സിക്സും അടക്കം 71 റൺസ് അടിച്ചപ്പോൾ ഓപ്പണർ മൊൻസി 29 പന്തിൽ 4 ഫോറുകളുടെ സഹായത്തോടെ 27 റൺസ് അടിച്ചിരുന്നു. മാക്മ്യൂലൻ 19 പന്തിൽ 25 റൺസ് അടിച്ചു. അങ്ങനെ അവർ നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 170. നേപ്പാളിൻ്റെ മറുപടി എന്താകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. തകർപ്പൻ തുടക്കമാണ് കിട്ടിയത്. 10ാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് പോകുമ്പോഴേക്കും അവർ 74 റൺസിലേക്ക് എത്തിയിരുന്നു. ആദ്യം പുറത്തായ കുഷാൽ ബോട്ടൽ അവർക്ക് വേണ്ടി 35 പന്തിൽ 1 ഫോറും 4 സിക്സും അടക്കം 43 റൺസ് അടിച്ചിരുന്നു. ഒപ്പം ഓപ്പൺ ചെയ്ത ആസിഫ് ഷെയ്ഖ് 27 പന്തുകളിൽ നിന്ന് 33 റൺസാണ് അടിച്ചത്. ക്യാപ്റ്റൻ പൗഡൽ 16 റൺസുമായിട്ട് മടങ്ങിയെങ്കിലും അവരുടെ സൂപ്പർ താരം ദീപേന്ദ്ര സിംഗ് ഐറി മിന്നും പ്രകടനം നടത്തി. 23 പന്തുകളിൽ നിന്ന് 4 ഫോറും 3 സിക്സും അടക്കം 50 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു. ഒപ്പം ഗുൽസൻ ജായുടെ പ്രകടനം 17 പന്തിൽ നിന്ന് 24 റൺസുമായിട്ട് അദ്ദേഹവും പുറത്താകുന്നപ്പോൾ 4 പന്തുകൾ ശേഷിക്കെ മികച്ചൊരു വിജയം നേടിക്കൊണ്ടാണ് നേപ്പാൾ ഈ വേൾഡ് കപ്പിനോട് വിട പറയുന്നത്. വലിയ രൂപത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരാധകർ ഗ്രൗണ്ടിൽ എല്ലാ ഗ്രൗണ്ടുകളിലും എത്തിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അവരുടെ മനസ്സ് നിറച്ചുകൊണ്ടൊരു തകർപ്പൻ വിജയം ടീം നേടിയിരിക്കുകയാണ്. നോക്കുക, ഇംഗ്ലണ്ടിനെതിരെ നേപ്പാൾ കളിക്കുമ്പോൾ 17,008 ആരാധകരുണ്ടായിരുന്നു കളിക്കളത്തിൽ. ഇറ്റലിക്കെതിരെ നേപ്പാൾ കളിക്കുമ്പോൾ 13,406 പേര്. വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കുമ്പോൾ 19,225 പേര്. ഇന്നത്തെ മത്സരത്തിന് 18,920 പേര്. ഏതായാലും ഇതാ നേപ്പാൾ തകർപ്പൻ വിജയത്തോടുകൂടി വേൾഡ് കപ്പിനോട് വിട പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.